കേരളത്തിലെ യാത്രക്കാർക്ക് എന്നും പേടിസ്വപ്നമായിരുന്നു കുതിരാൻ കയറ്റം. മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കും കുത്തനെയുള്ള കയറ്റങ്ങളും അപകടങ്ങളും നിറഞ്ഞ ആ പാത ഇന്ന് ചരിത്രമായി കഴിഞ്ഞു. പകരം പശ്ചിമഘട്ടത്തിന്റെ മാറിലൂടെ തുരന്നു നിർമ്മിച്ച അത്യാധുനികമായ കുതിരാൻ ഇരട്ട തുരങ്കങ്ങൾ ഇന്ന് നമുക്ക് മുന്നിൽ ഒരു യാത്രാ വിസ്മയമായി നിൽക്കുന്നു. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിന് നടുവിലൂടെയാണ് ഈ തുരങ്കങ്ങൾ കടന്നുപോകുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം 950 മീറ്റർ നീളമുള്ള 2 തുരങ്കങ്ങളാണ് ഇവിടെയുള്ളത്. പണ്ട് കിലോമീറ്ററുകളോളം മല ചുറ്റി സഞ്ചരിച്ചിരുന്ന ദൂരം ഇന്ന് വെറും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് പിന്നിടാം. പാതയുടെ ദൂരത്തിൽ ഏകദേശം 3 കിലോമീറ്ററോളം കുറവുണ്ടായി എന്നത് യാത്രാസമയം ലാഭിക്കാൻ വലിയ രീതിയിൽ സഹായിക്കുന്നു. വെറുമൊരു തുരങ്കം എന്നതിലുപരി ആധുനിക എഞ്ചിനീയറിംഗിന്റെ എല്ലാ കരുത്തും കുതിരാനിൽ ദർശിക്കാനാകും. NATM അഥവാ ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തഡ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തുരങ്കത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ സ്വീകരിക്കുന്നത് അത്യാധുനികമായ LED ലൈറ്റിംഗ് സംവിധാനമാണ്. പകൽ വെളിച്ചത്തിൽ നിന്നും പെട്ടെന്ന് ഇരുട്ടിലേക്ക് കയറുമ്പോൾ ഡ്രൈവർമാർക്ക് കാഴ്ചാതടസ്സം ഉണ്ടാകാതിരിക്കാൻ എൻട്രൻസിൽ വെളിച്ചം ക്രമീകരിച്ചിരിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും മറ്റും പുറന്തള്ളാൻ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള കൂറ്റൻ ജെറ്റ് ഫാനുകൾ തുരങ്കത്തിനുള്ളിലെ വായുസഞ്ചാരം സുഗമമാക്കുന്നു. കൂടാതെ ഓരോ 100 അടിയിലുമുള്ള നിരീക്ഷണ ക്യാമറകളും സെൻസറുകളും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. അഥവാ ഒരു തുരങ്കത്തിനുള്ളിൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ ആളുകൾക്ക് സുരക്ഷിതമായി പുറത്തുകടക്കാൻ 2 തുരങ്കങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്രോസ് ഓവർ പാതകളും ഉള്ളിലുണ്ട്. കുതിരാൻ തുരങ്കം വന്നതോടെ പരിസ്ഥിതിക്കും വലിയ ഗുണമാണുണ്ടായത്. മലമുകളിലൂടെയുള്ള വാഹനങ്ങളുടെ നിരന്തരമായ ഓട്ടം കുറഞ്ഞതോടെ വന്യമൃഗങ്ങൾക്ക് ശല്യമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുന്നു. വന്യജീവി സങ്കേതത്തിന്റെ ഹൃദയഭാഗത്തുകൂടി പോകുമ്പോഴും പരിസ്ഥിതിക്ക് ആഘാതം കുറയ്ക്കാൻ ഈ തുരങ്കപാതയ്ക്ക് കഴിഞ്ഞു. കുതിരാൻ തുരങ്കത്തിലൂടെയുള്ള യാത്ര അതീവ സുഖകരമാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുരങ്കത്തിനുള്ളിൽ വണ്ടി നിർത്തുന്നതോ സെൽഫി എടുക്കുന്നതോ കടുത്ത നിയമലംഘനമാണ്. അനുവദനീയമായ വേഗതയിൽ മാത്രം സഞ്ചരിക്കുക. ലോ ബീം ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായിക്കും. പഴയ കുതിരാനിലെ ആ പഴയ ട്രാഫിക് ബ്ലോക്കുകളെ ഓർക്കുമ്പോൾ ഈ തുരങ്കപാത കേരളത്തിന്റെ വികസന ഭൂപടത്തിലെ ഒരു തിളങ്ങുന്ന അടയാളം തന്നെയാണ്. തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്കോ തിരിച്ചോ യാത്ര ചെയ്യുന്നവർക്ക് ഈ തുരങ്കത്തിലൂടെയുള്ള ഡ്രൈവ് തീർച്ചയായും ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു യാത്രയുമായി വീണ്ടും കാണാം.